ഹലോ, ഇന്ന് നമുക്കൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ? നമ്മളെല്ലാവരും വീട്ടിൽ ചിക്കൻ കറി തയ്യാറാക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമല്ലേ? അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ? അതിനുവേണ്ടി ഞാൻ 750 ഗ്രാം ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ 500 ഗ്രാമോളം ബ്രസ്റ്റ് പീസും ബാക്കിയുള്ളത് ലെഗ് പീസുമാണ് കേട്ടോ. അപ്പം ഞാനത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്ത് അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനിപ്പോൾ വറുത്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചേരുവകൾ വേറെ ആവശ്യമുണ്ട്. അപ്പോൾ 4 ടീസ്പൂണോളം അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അത് സ്പ്ലിറ്റ് ചെയ്ത അണ്ടിപ്പരിപ്പാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നന്നായി ഡാർക്കായിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ മീഡിയം രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ഞാൻ ഒരു 4-5 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയ ക്യാരറ്റ് 3/4 ഭാഗത്തോളം ഗ്രേറ്റ് ചെയ്തിട്ടും ചെറിയൊരു പീസ് ഒരു ചതുരത്തിൽ അരിഞ്ഞിട്ടും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമ്മൾ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ചിക്കനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് വേപ്പിലയും ചേർത്തിട്ട്. പിന്നെ ബാക്കിയുള്ള എണ്ണയിൽ നമ്മൾ നമ്മുടെ വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും 4 സവാള നീളത്തിലരിഞ്ഞതും വഴറ്റിയെടുക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂണോളം സ്പ്ലിറ്റ് ചെയ്ത അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 4-5 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഇട്ട് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതിലേക്ക് ഗരം മസാല നമ്മളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ നല്ലൊരു സ്മെല്ലൊക്കെ ഇപ്പോൾ തന്നെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു പഴയ കാലത്തെ ഒരു ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും ഇതിന്. അപ്പോൾ ഇതിൽ ഓയിൽ കുറവുണ്ട്. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കുറച്ചും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ ചില്ലി സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ അണ്ടിപ്പരിപ്പിൻ്റെ അത് അരച്ച് വെച്ചിട്ടുള്ള അത് അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തോടു കൂടി അതും കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കി ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ചാറ് എല്ലാം ഈ ഗ്രേവിയും ഈ ചിക്കനും എല്ലാം കൂടി ഒന്ന് സെറ്റാവണം കേട്ടോ. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് ഈ ചാറൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു 1-2 വേപ്പില 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ 1 പിഞ്ചോളം ഉപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കറിവേപ്പില നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന എല്ലായിടത്തേക്കൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. ഒരിക്കലെങ്കിലും ഈ ചിക്കൻ കറി നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട